വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറക്കമെഴുന്നേച്ച് വാൻവാനെ ചുംബിക്കുന്ന ഇൻഹെങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങിയാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുവരെയുള്ള മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ എല്ലാ എപ്പിസോഡ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കഥ തുടങ്ങിയാലോ? ഈ രാത്രിയോടെ ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന മട്ടാണ് ഇൻഹെങ്ങിന്. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ 1000 തവണ ഇൻഹെങ്ങിനെ ചുംബിക്കാൻ കൊതിക്കുകയാണ് വാൻവാൻ. വാൻവാനാണ് ഷെൻസിക്ക് എന്ന് മാസ്റ്റർ ഇൻ അറിയുന്നു. വാൻവാനെ കൊല്ലുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് അയാളും സിസ്റ്റർ ഹോങ്ങും. മാസ്റ്റർ ഇനും ഇൻഹെങ്ങും യുവാനും മാസ്റ്റർ മെങ്ങുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നു. വീണ്ടും യുവാൻ്റെയും ഇൻഹെങ്ങിൻ്റെയും വിവാഹം തീരുമാനിക്കുന്നു. ഇൻഹെങ് വൈൻ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരാൾ കൂടെ വരാനുണ്ടെന്ന് മാസ്റ്റർ ഇൻ പറഞ്ഞത് വാൻവാനെ ഉദ്ദേശിച്ചായിരുന്നു. എല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോൾ വാൻവാൻ പതറുന്നു. അവളായിട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അവളെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാനാണ് മാസ്റ്റർ ഇൻ അവളെ അവിടെ എത്തിച്ചത്. അവൾ തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ ബലം പ്രയോഗിച്ച് അവളെ പിടിച്ചു നിർത്തുന്നു. ഇതിനിടയിൽ അവൾ മാസ്റ്റർ ഇന്നിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇൻഹെങ് തടയുന്നു. അവൻ അവളെ അടിക്കുന്നു. അവളുടെ മുന്നിൽ അവൻ അവൾക്കെതിരെ എന്ന് അഭിനയിക്കുന്നു. അവളെ ഇനി എന്ത് ചെയ്യണമെന്ന മെങ്ങിൻ്റെ ചോദ്യത്തിന് തനിക്ക് അവളെ സെർവൻറ്റ് ഗേളായി വേണമെന്ന് യുവാൻ പറയുന്നു. വാൻവാനെ ആളുകൾ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവർ ഭക്ഷണം കഴിക്കുന്നു. തിരികെ ഇൻഹെങ്ങും മാനേജർ വാങ്ങും മാസ്റ്റർ ഇന്നും ഇൻ കൊട്ടാരത്തിലെത്തുന്നു. നാളെ ഗുഡ്സ് സംബന്ധിച്ചൊരു കാര്യത്തിന് തൻ്റെ കൂടെ വരാൻ ഇൻഹെങ്ങിനോട് മാസ്റ്റർ ഇൻ പറയുന്നു. അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി ചടങ്ങുകൾ ചെയ്ത ശേഷം തിരികെ ഇൻ കൊട്ടാരത്തിലേക്ക് വരാമെന്ന് ഇൻഹെങ് പറയുന്നു. എന്നാൽ ഇൻഹെങ് അഭിനയിക്കുകയാണ്. അവനിപ്പോഴും വാൻവാന് ഇഷ്ടമാണെന്നൊക്കെ മാസ്റ്റർ ഇന്നിന് നല്ലപോലെ അറിയാമായിരുന്നു. തിരികെ നോർത്ത് വില്ലയിലെത്തി കത്തി പിടിച്ചു വാങ്ങുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായ മുറിവ് കെട്ടുന്ന ഇൻഹെങ്ങിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.